സ്ഥാനാർത്ഥി കയറി വന്നിട്ട് ഇറങ്ങി പോകുന്നവരെ ഈ മുൻപിലുള്ളവരെ തൊട്ട് പിൻപിലുള്ളത് വരെ ഏറ്റവും ശ്രദ്ധയോടെ തിളക്കമുള്ള കണ്ണുകളോടെ നോക്കി നിൽക്കുന്നത് കണ്ടു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾക്കുള്ളിലും എനിക്കുള്ളിലും തെളിച്ചു നിൽക്കുന്ന ആ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ആദ്യമേ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇത്രയും വലിയൊരു അവാർഡിന് അർഹയാക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അത് ഏർപ്പെടുത്തിയ ചെറുകാട് ട്രസ്റ്റിനും പാലക്കീഴ് നാരായണൻ എന്ന ആ ഒരു വലിയ മനുഷ്യനെ ഓർത്തുകൊണ്ട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എഴുത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് നിർത്താം. ഞാൻ എഴുതി തുടങ്ങുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഥ എഴുതിയിട്ടാണ് തുടങ്ങുന്നത്. അന്ന് എൻ്റെ കഥ കേട്ടത് എൻ്റെ അമ്മയും പിന്നെ ചേച്ചിയെ പിടിച്ചിരുത്തി കേൾപ്പിക്കും. അവൾ കേൾക്കില്ല, അവളിങ്ങനെ ഇറങ്ങിപ്പോവും. അങ്ങനെ എഴുതി തുടങ്ങാണ്. അന്ന് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ വിദ്യാരംഗത്തിൻ്റെ ചുമതലക്കാരനായ ബാബു സാർ പറഞ്ഞിട്ടുള്ള ഒരു സാറാണ് എഴുത്തിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് സാറ് തിരുത്തി തന്ന് എഴുതുന്ന കഥകളല്ലാതെ ഞാൻ വേറൊന്നും വായിക്കുകയും എഴുതുകയൊന്നും ചെയ്യാറില്ല. അങ്ങനെ വന്നിട്ടിരിക്കുമ്പോഴാണ് കൊറോണ വരുന്നതും പിന്നീട് സാറും മറ്റു ടീച്ചർമാരും പറഞ്ഞത് ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് ഒരു കവിത എഴുതുന്നതും അത് അക്ഷരാക്ഷരം അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതും. അതിനുശേഷമാണ് ബഡ്ജറ്റ് അവതരണം. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അത് ബഡ്ജറ്റിൽ അവതരിപ്പിക്കുമ്പോൾ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അത് എൻ്റെ കവിതയാണെന്ന് പറഞ്ഞപ്പോൾ. അപ്പോഴാണ് അറിയുന്നത് ആ കവിതയാണ് ഇത്. അങ്ങനെയാണ് ആദ്യമായി എഴുതിയ കവിതയാണ് തോമസ് ഐസക് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്.